പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സദൃശ്യവാക്യം 17-ാം അധ്യായം അതിൻ്റെ 22-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സന്തുഷ്ട ഹൃദയമോ നല്ലൊരൗഷധം. മനസ്സിന് സന്തോഷമുണ്ടോ എങ്കിൽ നിങ്ങൾ ശാരീരികമായും ബലപ്പെട്ടിരിക്കും. മനസ്സ് വീക്കാണോ, ആകെ ചിന്താകുലമായി നിറഞ്ഞിരിക്കുകയാണോ, ശരീരത്തെ അത് ബാധിക്കും. ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, മനസ്സിനെ സന്തോഷത്തോടെ സൂക്ഷിക്കുക. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നാം എന്ത് ചിന്തിക്കുന്നോ അത് നാം വിശ്വസിക്കുന്നു, അത് നാം വായ്കൊണ്ട് ഏറ്റുപറയുന്നു, അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. നോക്കിക്കേ, ചിന്ത എന്താണോ, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്താണോ, അതിനെ ബന്ധപ്പെട്ടിരിക്കും നമ്മുടെ അപ്പിയറൻസും നമ്മുടെ ശരീരത്തിൻ്റെ ബലവും മുഴുവനും. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ മനസ്സിനെ കാത്തു സൂക്ഷിക്കുക. വേണ്ടാത്ത ചിന്തകൾ അവഗണിക്കുക, അതിനെ ഉപേക്ഷിച്ച് കളയുക. നെഗറ്റീവ് സംസാരിക്കുന്നവരുമായി വലിയ സമ്പർക്കത്തിന് പോകാതിരിക്കുക. മനസ്സിനെ സന്തോഷത്തോടെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കും, നിങ്ങളുടെ ശാരീരിക ബലം വർദ്ധിക്കും, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധ്യമാകും. അല്ല, മനസ്സിലെപ്പോഴും ദുഃഖവും കയ്പുമാണെങ്കിൽ അത് നിങ്ങളെ മൊത്തത്തിൽ ക്ഷീണിപ്പിക്കും. ഇന്ന് എന്തു വേണം? വേണ്ടാത്ത ചിന്തകൾ കുത്തി നിറച്ച് ആ മനസ്സിനെ പൊല്യൂട്ട് ചെയ്യണോ, അതോ അതിനെയൊക്കെ ഉപേക്ഷിച്ച് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കി യാത്ര മുന്നോട്ട് തുടരണമോ? അത് നിങ്ങൾ ചിന്തിച്ച് കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി യാത്ര തുടരുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങളുടെ കരത്തിൽ പിടിക്കുവാൻ നിങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. മനസ്സിനെ കാത്തു സൂക്ഷിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഇന്ന് വരെ പുലർത്തിയ ദൈവം മേലാലും നടത്താൻ ശക്തൻ. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിന് നന്ദി. ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ചിന്തകളെ പൊല്യൂട്ട് ചെയ്യുന്നതിനോട് അകന്നിരിപ്പാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് തരണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയം സമാധാനത്താലും സന്തോഷത്താലും നിറയട്ടെ. അകാരണമായി ചിന്തിച്ച് ഭാരപ്പെട്ട് ദുഃഖിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ ജയം കൽപ്പിക്കണമേ. എൻ്റെ പ്രിയരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയം നിറയട്ടെ. ഞങ്ങളെല്ലായ്പ്പോഴും സന്തോഷത്തോടെ ആയിരിക്കും. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, സന്തോഷിക്കുക, എപ്പോഴും സന്തോഷിക്കുക. ദൈവസാന്നിധ്യം കൂടെയുള്ളതിനാൽ ദുഃഖത്തിന് ഒരു കാരണവുമില്ല. സന്തോഷിക്കുക. ബ്ലെസ് യു.